ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ഡിസ്കഷൻസ് ആണ്. അപ്പോൾ ഈ ഡിസ്കഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒന്ന് OBD സ്കാൻ. നിങ്ങൾ ഒരുപാട് പൈസ മുടക്കില്ല, അതായത് ഓരോ സ്കാനിങ്ങിനും 1000 രൂപയോ 500 രൂപയോ മുടക്കിയിട്ട് നിങ്ങൾ സ്കാൻ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഒഴിവാക്കിയിട്ട് എങ്ങനെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് സ്വന്തമായി നമ്മുടെ മൊബൈൽ ഫോണും ഈ ഒരു വില കുറഞ്ഞ OBD സ്കാനർ, അതായത് ഇതിന് ഏകദേശം റേറ്റ് വരുന്നത് 399 രൂപയാണ്. എല്ലാ പെട്രോൾ കാറും ഡീസൽ കാറും നമുക്ക് സ്കാൻ ചെയ്ത് കംപ്ലൈൻറ്റ് എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും പ്ലസ് നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് സ്പെയർ അവൈലബിലിറ്റി എന്നുള്ള സംഭവം ഉണ്ടല്ലോ. ഈ സ്പെയർ പാർട്സ് എവിടെ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷെവർലയുടെ വാഹനം ഒക്കെ ആണെങ്കിൽ പലർക്കുമുള്ള ഡൗട്ടാണ് എങ്ങനെ സ്പെയർ കിട്ടും, എവിടെ നിന്ന് സ്പെയർ വാങ്ങാം, സ്പെയർ അവൈലബിൾ ആണോ, അത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും മാത്രമല്ല, പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ഞാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണോ, ഞാൻ ഓട്ടോമൊബൈൽ ഫീൽഡുമായിട്ട് എങ്ങനെയാണ് ബന്ധം, അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഞാൻ ആരാണ്. 2016 സൗദി അറേബ്യയിൽ പോകാൻ ഒരു യോഗം ഉണ്ടായി. അപ്പോൾ സൗദി അറേബ്യയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഈ യൂസ്ഡ് കാറുമായി ബന്ധപ്പെട്ട ജോലികളായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് വണ്ടികൾ കാണാനും, വണ്ടികളെ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങൾ, വഴി കിടക്കുന്ന വണ്ടികൾ, സ്റ്റാർട്ടിങ് ട്രബിളുള്ള വണ്ടികൾ, അങ്ങനെ ഒരുപാട് വണ്ടികളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അടുത്തറിയാനുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് സൗദി അറേബ്യയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള വർക്ക്ഷോപ്പിൽ എല്ലാ വണ്ടി, ഇപ്പോൾ ലാൻഡ് ക്രൂസർ ആണെങ്കിലും ശരി, ലെക്സസ് ആണെങ്കിലും ശരി, അത്ര സില്ലി ആയിട്ടാണ് മെക്കാനിക്കുകൾ വർക്ക് ചെയ്യുന്നത്. അതും മിക്കവാറും ഈജിപ്ഷ്യൻ അവിടുത്തെ മെക്കാനിക്സും, ഫലസ്തീൻ, ഈജിപ്റ്റ്, യമൻ, അങ്ങനെയുള്ള ഒരുപാട് പല പല കൺട്രീസിലുള്ള മെക്കാനിക്സ് ആയിരുന്നു അന്ന് കൂടുതൽ. അപ്പോൾ എനിക്ക് ഈ ഒരു ഫീൽഡിനോട് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ട്, നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഫീൽഡായതുകൊണ്ടും കൂടുതൽ അവിടെ നിന്ന് 2 വർഷം കൊണ്ട് മാക്സിമം വണ്ടിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ചെറിയ രീതിയിൽ നാട്ടിൽ വന്നിട്ട് സ്കൂളിൽ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ DED ചെയ്തു. DED ചെയ്ത് ടെറ്റ് എഴുതി പാസ്സായി, സ്കൂളിൽ ജോലിക്ക് കയറി ടീച്ചറായിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വണ്ടിയുടെ ഒരു താല്പര്യം കൂടുതലുള്ളതുകൊണ്ട് വണ്ടികൾ ഓരോന്നോരോന്നും വണ്ടികൾ എടുത്തു തുടങ്ങി. വണ്ടികൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വണ്ടിയും സ്വന്തമായിട്ട് വണ്ടികളൊക്കെ എടുത്ത് നമ്മൾ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ പഠിച്ച് വർക്ക്ഷോപ്പിൽ ഓരോ വണ്ടി എടുത്ത് നമ്മൾ സെയിൽ ചെയ്യുമ്പോഴും അതിൻ്റെ കംപ്ലയിൻസ് ഒക്കെ തീർത്ത്, അപ്പോൾ ആ കംപ്ലയിൻസ് ഏതൊക്കെയാണ് കാര്യങ്ങൾ കൂടുതലും സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ വർക്ക്ഷോപ്പിൽ തന്നെയായിരുന്നു. അത് ഒരു വർക്ക്ഷോപ്പിലല്ല, പല പല വർക്ക്ഷോപ്പുകളിൽ. പിന്നെ അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ പഠനങ്ങൾ, അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമോ, അവർക്ക് സാധിക്കാത്തത് നമുക്ക് സാധിക്കുമോ, അത്തരത്തിലുള്ള ഒരുപാട് ഡാറ്റാസ് കളക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ ഏകദേശം ഒരു 2016, 17, 18, 19, 20, 21 ഈ ഒരു 5-6 വർഷം കൊണ്ട് എൻ്റെ എക്സ്പീരിയൻസാണ്, എൻ്റെ വ്യൂവിലാണ് ഞാൻ ഈ വീഡിയോസ് എല്ലാം ചെയ്യുന്നത്. മാത്രമല്ല, നമ്മൾ പറയുമ്പോൾ ഒരിക്കലും വണ്ടിക്ക് ഇത്ര BHP, ഇത്ര ടോർക്ക്, ഇത്ര ഹൈറ്റ്, ഇത്ര വീൽ ബേസ് എന്നുള്ള ഡീറ്റെയിൽസ് പറയാറില്ല. പിന്നെ കൂടുതൽ ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്യാറില്ല. ബിക്കോസ് നമ്മൾ പറയുന്നത് സാധാരണക്കാരായിട്ടുള്ളൊരു ഫസ്റ്റ് ഒരു യൂസ്ഡ് കാർ എടുക്കാൻ പോകുന്ന കസ്റ്റമറോടോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ബേസിക്കായിട്ട് വണ്ടിയുടെ കാര്യം അറിയാത്ത ഒരാൾക്കാർക്കോ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു വരുമ്പോഴും എഡിറ്റിങ്ങും ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കാറുണ്ടെങ്കിലും നമ്മൾ പറയുന്ന എക്സാക്റ്റ് കാര്യങ്ങളും കംപ്ലയിൻസും ഒരു ഫൈൻഡ് ചെയ്യുന്നതെല്ലാം എക്സാക്റ്റ് കറക്റ്റ് ആവാറുണ്ട്. അത് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് കൂടിയാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിലാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോസിൽ ഒരിക്കലും നമ്മൾ ഈ വണ്ടിയുടെ പവറോ പെർഫോമൻസോ വണ്ടിയുടെ അങ്ങനെ ടെക്നിക്കലായിട്ടുള്ള വേർഡ്സോ അതൊക്കെ യൂസിങ് വളരെ കുറവാണ്. ബിക്കോസ് ഞാൻ പറയുന്ന കാര്യം സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാവണം. അപ്പോഴല്ലേ നമ്മൾ പറയുന്ന വീഡിയോ കൊണ്ടൊരു ഗുണം അവർക്കുണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് എന്നെക്കുറിച്ച് പറയാനുള്ളത്. പ്ലസ് നെക്സ്റ്റ് നമുക്കൊരു സ്കാനിങ്, ഇനി നമുക്ക് സ്കാനറിലേക്ക് കിടക്കാം. ഈ സ്കാനർ എന്നുള്ളത് നമ്മുടെ OBD എല്ലാ വാഹനങ്ങളിലും OBD പോർട്ട് ഉണ്ടാവും. അതായത് മിക്കവാറും ഡാഷ്ബോർഡിൻ്റെ താഴ്ഭാഗത്ത് ഒരു OBD പോർട്ട് ഉണ്ടാവും. നമ്മൾ നോർമൽ ഒരു USB കുത്തുന്ന അതേ ലാഘവത്തോടെ നമുക്ക് ഈ ഒരു സംഭവം, ഈ ഒരു ചെറിയൊരു യൂണിറ്റ് നമുക്ക് അതിനകത്തേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഈ യൂണിറ്റ് കണക്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബ്ലൂടൂത്ത് വഴി നമ്മുടെ മൊബൈലിൽ കണക്ട് ആവും. മൊബൈലിൽ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോർക്ക് എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ്. ജസ്റ്റ് ടോർക്ക് എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമ്മൾ ഈ ഒരു OBD സ്കാനർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിനകത്ത് ഈ ഫോൾട്ട് കോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഈ ഫോൾട്ട് കോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി സെർച്ച് ചെയ്യും. വണ്ടിയിൽ എന്താണ് ഫോൾട്ട് കോഡ് എന്നുള്ളത് ECMൽ ഈ ഒരു സ്കാനർ സെർച്ച് ചെയ്യും. എന്താണ് വണ്ടിയുടെ കംപ്ലയിൻറ്റ് എന്നുണ്ടെങ്കിൽ ആ കംപ്ലയിൻറ്റ് ഒരുവിധപ്പെട്ട ചെറിയ വണ്ടികളിൽ ബേസ് മോഡൽ ഒരു ഓൾട്ടോ, വാഗനർ, അല്ലെങ്കിൽ ഒരു സ്പാർക്ക്, ആവിയോ, അങ്ങനെ നമുക്ക് ബേസിക്കായിട്ട് വരുന്ന എല്ലാ വണ്ടിക്കും ഈ ഒരു സംഭവം, ഈ OBD
ടു ഈ ഒരു പ്രോട്ടോക്കോൾ എന്നുള്ള ഈ ഒരു സ്കാനർ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നോർമൽ മെക്കാനിക്സിൻ്റെയിലേക്ക് ഇരിക്കുന്നത് ബോഷിൻ്റെ വളരെ വില കൂടിയ സ്കാനേഴ്സൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഒരു 1,00,000 രൂപ വരെയുള്ള 2,00,000 രൂപയുള്ള സ്കാനറുണ്ട്. പിന്നെ ഈ ഒരു സ്കാനർ വെച്ച് നമുക്ക് അത്യാവശ്യം ഫോൾട്ട് കോഡ് ഡിലീറ്റ് ചെയ്യാനും നമ്മുടെ വണ്ടിക്ക് ഏത് സെൻസറാണ് എന്താണ് കംപ്ലയിൻറ്റ് എന്നുള്ളത് കണ്ടുപിടിക്കാനും പറ്റും. മാത്രമല്ല ഈ ഒരു സംഭവത്തിന് 399 രൂപ മാത്രമേ വിലയുള്ളൂ. ഈ ആപ്ലിക്കേഷൻ ടോർക്ക് എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് പെയ്ഡ് ആയിട്ട് നമ്മൾ കുറച്ച് പൈസ ഒരു 50-60 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെയ്ഡായിട്ട് നമുക്ക് വണ്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നിങ്ങൾക്കുള്ള എല്ലാ വണ്ടിയുടെ കംപ്ലയിൻറ്റ്സും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ കിട്ടും. ഇനി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് സ്പെയർ, അത് കിട്ടാത്ത സ്പെയർ എവിടെ നിന്ന് കിട്ടും എന്നുള്ളത്. കുറേ പേര് നമ്മൾ ഇപ്പോഴും സ്പെയർ കിട്ടുന്നില്ല, ആ സ്പെയർ എവിടെ നിന്ന് കിട്ടും, ഭയങ്കര ആകാംക്ഷയാണ്. വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെയർ വാങ്ങാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് ഓൺലൈൻ സൈറ്റുകൾ വഴി സ്പെയർ വാങ്ങുന്നത് സേഫുമാണ്. നമ്മളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഒറിജിനൽ സ്പെയർ നമുക്ക് ഏകദേശം പ്രൈസ് സെയിം ആണ്. കാരണം മിക്കവാറും കടയിൽ പറയുന്ന ഒരു ഷോപ്പിൽ പറയുന്ന പ്രൈസിനേക്കാളും കുറവായിരിക്കും ജെനുവിൻ സ്പെയറിന് ഓൺലൈൻ സൈറ്റുകളിൽ വരുന്നത്. അതിനകത്ത് ഏറ്റവും വിശ്വസനീയമായ ഒരു സൈറ്റ്, എനിക്ക് വിശ്വസനീയമായി തോന്നിയിട്ടുള്ള ഒരു സൈറ്റാണ് ഈ ബോഡ്മോ. ഇതിന് പല രീതിയിൽ ഉച്ചരിക്കാറുണ്ട്, ബോഡ്മോ, ഞാൻ ബോഡ്മോ എന്നാണ് പറയാറ്. ഇതാണ് ബോഡ്മോ എന്നുള്ള സൈറ്റ്. നമുക്കിത് ജസ്റ്റ് നമുക്കിത് പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇത് പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് വണ്ടിയുടെ വിൻ നമ്പർ വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ വണ്ടിയുടെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ഇതിനകത്ത് സെർച്ച് പാർട്സ്, നമുക്ക് എന്ത് പാർട്സാണോ വേണ്ടത് നമുക്ക് എഴുതാൻ അറിയില്ല, പാർട്സിനെ കുറിച്ചിട്ട് പറയാൻ അറിയുന്നതെങ്കിൽ ഈ മൈക്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്പെയർ എന്താണോ സ്പെയർ, ആ സ്പെയറിൻ്റെ എല്ലാ വെറൈറ്റീസും നമ്മുടെ വണ്ടിയുടെ വിൻ നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വണ്ടിയുടെ മോഡലും ഡീറ്റെയിൽസും കമ്പനി അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്പെയറും ആ സൈറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അവർ വിളിക്കും, അവർ സാധനങ്ങൾ എത്തിച്ചു തരും. മാത്രമല്ല നിങ്ങൾക്കത് യൂസ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരിക്കലും പൈസ നഷ്ടമാവില്ല. നിങ്ങൾക്ക് ഒറിജിനൽ സ്പെയർ പാർട്സാണ് കിട്ടുന്നത്. നോർമൽ വാല്യൂവിനെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്. പിന്നെ മാരുതി സുസുക്കിയുടെ സ്പെയർ പാർട്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് സൈറ്റുകളൊന്നും അലഞ്ഞിരിഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എറണാകുളം ജില്ലയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സായി സർവീസിൻ്റെ ഒരു ഗോഡൗൺ തന്നെയുണ്ട് കളമശ്ശേരി സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് തിരിയുന്ന, കളമശ്ശേരി പോളിടെക്നിക് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് സായി സർവീസിൻ്റെ വലിയൊരു ഗോഡൗൺ ഉണ്ട്. എല്ലാ സ്പെയറുകളും നമ്മൾ നോർമൽ ഒരു ഷോപ്പിൽ പറയുന്നതിനേക്കാളും ചീപ്പായിട്ടുള്ള പ്രൈസിന് നമുക്ക് അവിടെ നിന്ന് സ്പെയർ വാങ്ങിക്കാൻ കിട്ടും. ഒരിക്കലും നമ്മൾ സെൻസറുകളോ സ്പെയർ പാർട്സുകളോ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങി യൂസ് ചെയ്യരുത്. കാരണം ഡ്യൂപ്ലിക്കേറ്റ് സ്പെയർ വാങ്ങി യൂസ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ, അത് നമ്മുടെ ഉദ്ദേശിക്കുന്ന പോലെ പ്രോപ്പറായിട്ട് അത് വർക്ക് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ എറർ കോഡ് കാണിക്കില്ലായിരിക്കും. ചെറിയ രീതിയിൽ ഫസ്റ്റ് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് മാറുന്നുണ്ടെങ്കിലും ഒരിക്കലും സെൻസേഴ്സോ അല്ലെങ്കിൽ ഇലക്ട്രിക്കലായിട്ടുള്ള കമ്പോണൻസോ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് യൂസ് ചെയ്യരുത്. അത് നിങ്ങളുടെ വണ്ടിക്ക് ഡാമേജ് ഉണ്ടാക്കും. അതുപോലെ തന്നെ മിക്കവാറും ഈ സെയിൽ ചെയ്യാനുള്ള വണ്ടിക്ക് കച്ചവടക്കാരാണെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു ലോക്കൽ വർക്ക്ഷോപ്പിൽ പണിയാൻ പോകുമ്പോൾ ലോറാം ടയറോണിൻ്റെ ബോൾ ജോയിൻറ്റ്, സ്റ്റീറിംഗ് സംബന്ധമായിട്ടുള്ള കണക്ഷൻസ്, ബുഷുകൾ, കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ്സ് വന്നു കഴിയുമ്പോൾ ഈ ഹൈഡ്രോളിക്ക് കൊണ്ടുപോയി പഞ്ച് ചെയ്തിടുന്ന ഒരു സമ്പ്രദായമുണ്ട്. അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ലോറാമൊക്കെ ആണെങ്കിൽ ലോറാമിൻ്റെ മുകളിലൊരു ബോൾ ജോയിൻ്റ് വരുന്നത്, അതിൻ്റെ ബാക്ക് സൈഡ് അടിച്ച് ഒന്ന് സ്റ്റക്കാക്കിയിട്ട് യൂസ് ചെയ്യുന്നൊരു പരിപാടിയാണ്. തൽക്കാലത്തേക്ക് ഒരു 2-3 മാസത്തേക്ക് കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ലാണ്ട് വണ്ടി ഓടുന്നുണ്ടെങ്കിലും ശരിക്കും നമ്മൾ നമ്മുടെ ലൈഫ് വെച്ച് റിസ്ക് എടുക്കുന്ന പരിപാടിയാണ്. ശരിക്കും നമ്മുടെ വണ്ടിയിൽ ജെനുവിൻ സ്പെയർ പാർട്സ് വാങ്ങിയിടാൻ ശ്രമിക്കുക. ജെനുവിൻ സ്പെയർ പാർട്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നിങ്ങളുടെ മാരുതി സുസുക്കി സ്വിഫ്റ്റിൻ്റെ ക്ലച്ച് കംപ്ലയിൻ്റ് ആയി, ക്ലച്ചിൽ വരുന്ന ക്ലച്ച് നമ്മൾ മാറ്റിയിടുമ്പോൾ വാല്യൂവിൻ്റെ ക്ലച്ച് ഇടുന്നതെന്നുണ്ടെങ്കിൽ ശരിക്കും അത് കമ്പനി വരുന്ന ക്ലച്ചാണ്. മാരുതി സുസുക്കി എല്ലാ സ്പെയർ പാർട്സും മാനുഫാക്ചർ ചെയ്യുന്നില്ല. ജെനുവിൻ സ്പെയർ പാർട്സ്, ഒറിജിനൽ ജെനുവിൻ സ്പെയർ പാർട്സ് നമ്മൾ വാങ്ങിയിടാം. ഡ്യൂപ്ലിക്കേറ്റ് സ്പെയർ പാർട്സ്, ഡൽഹി സ്പെയർ പാർട്സ്, മുംബൈ സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്പെയർ പാർട്സ് അവൈലബിൾ ആണ്. പ്രധാനമായിട്ടും ഇഗ്നിഷൻ കോയിൽ, കേബിൾസ്, അല്ലെങ്കിൽ സെൻസറുകൾ, ഇതൊക്കെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കൂടുതലും കാണാറുള്ളത്. ഈ ഹെഡ്ലൈറ്റ്സൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഇടുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പവർ കൂടിയ ബൾബ് ഒരിക്കലും അതിനകത്ത് ഇടാൻ പറ്റില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്റിക് മെൽറ്റ് ആവും, അല്ലെങ്കിൽ ഇത് ബ്ലറായി പോകും. അപ്പോൾ നമ്മുടെ വിഷൻ കുറയും. ഡ്യൂപ്ലിക്കേറ്റ് വിൻഷീൽഡ് അല്ലെങ്കിൽ ഫ്രണ്ട് ഗ്ലാസോ ബാക്ക് ഗ്ലാസോ, നമ്മൾ വിൻഷീൽഡ് ഒരിക്കലും വിൻഷീൽഡ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഇടാൻ പറ്റില്ല. കാരണം നമ്മുടെ വണ്ടി ആക്സിഡൻറ്റ് ആവുകയാണെങ്കിൽ ചില്ലുകൾ പൊടിഞ്ഞു പോകാതെ നമ്മുടെ ശരീരത്തിലേക്ക് തറച്ച് കയറുന്ന ഒരവസ്ഥ അത്തരത്തിലുള്ള സ്പെയർ പാർട്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലോറാം ടയറോണിൻ്റെയൊക്കെ നമ്മൾ ഹൈഡ്രോളിക്ക് കൊടുത്ത് പഞ്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ സഡനായിട്ട് നമ്മൾ ടേണിങ് തിരിയുകയോ അല്ലെങ്കിൽ നമ്മൾ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ വണ്ടി നമ്മൾ ബ്രേക്ക് ചെയ്യുകയോ ചെയ്യുമ്പോൾ
അത് ടയറോണിൻ്റെ ബോൾ ജോയിൻ്റ് ഊരിപ്പോയുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ വണ്ടി മറിയാനോ വണ്ടി വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോകാനോ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ സ്പെയർ പാർട്സിൻ്റെ കാര്യത്തിൽ റിസ്ക് എടുക്കരുത്. സ്പെയർ പാർട്സ് നമുക്ക് ഒറിജിനൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഒറിജിനൽ സ്പെയർ പാർട്സിൻ്റെ എല്ലാ വണ്ടിക്കും യൂസ് ചെയ്യുക. പ്രത്യേകിച്ച് നമുക്ക് ഇതുപോലത്തെ സൈറ്റുകളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ ചിലവിൽ ഒരുപാട് അലഞ്ഞ് തിരിഞ്ഞ് നടക്കാണ്ട് നമുക്ക് സ്പെയർ പാർട്സ് അവൈലബിൾ ആവും. അപ്പോൾ വാഹനങ്ങളുടെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാ ഭാഗങ്ങളും ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ പിന്നെയും പറയാത്തത്, അതായത് നമ്മൾ ഡോറിൻ്റെയും ഗ്ലാസിൻ്റെയും റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയാത്തത്, അത് റിപ്പീറ്റേഷൻ നമുക്ക് ഒരു അരോചകമാകും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ മാക്സിമം വീഡിയോസ് എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. നിങ്ങൾ സാധാരണ ഒരു വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാർക്കോ ഒരു വാഹനപ്രേമിക്കോ ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കോ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.